നാം ആത്മനിയോഗിതമായ ജീവിതം നയിക്കണം. മൂന്നാമത്തെ കാര്യം, ഉത്തമകാലത്ത് നിന്ന് അത്യുത്തമ കാലത്തിലേക്ക് പ്രവേശിപ്പാൻ തിരുവചനാടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും ദൈവവചനം എന്ന പ്രമാണത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രമാണത്തിന് അനുസാരമായി ജീവിച്ച് മുന്നേറുന്ന പ്രവർത്തന മേഖലയാണ് തിരുവചന അടിസ്ഥാനത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഈ ഉത്തമ കാലത്ത് നിന്ന് അത്യുത്തമ കാലത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. നാലാമത്തെ കാര്യം, ഉത്തമകാലത്ത് നിന്ന് അത്യുത്തമ കാലത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടുവാൻ അടുത്തത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നമുക്കുണ്ടാകണം. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്താണ്? ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം സകലത്തിലും എല്ലാറ്റിലും യേശു ക്രിസ്തുവിനെ മാത്രം കേന്ദ്രമാക്കിക്കൊണ്ട്, യേശു ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം അർപ്പണം ചെയ്ത് ജീവിതം സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ജീവിതമാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളോട്, ദൈവസഭയോട് പറയട്ടെ, ഉത്തമകാലത്ത് ജീവിക്കുന്ന നാം അരുമനാഥന്റെ കാഹളം കേൾക്കുമ്പോൾ അത്യുത്തമ കാലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറന്നു പോകരുത്. 1, ദൈവപ്രസാദ യോഗ്യമായ ജീവിതം. 2, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിത ശൈലി. 3, ആത്മനിയോഗിതമായ ജീവിതം. 4, തിരുവചനാധിഷ്ഠാനത്തിലുള്ള അനുഗ്രഹീതമായ ജീവിത ശൈലി. മനസ്സിലായി എത്ര ദൈവമക്കളുണ്ട്? കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ് അത്യുത്തമ കാലത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ആ ചിന്ത അവിടെ ഇന്ന് രാത്രി ഉപസംഹരിച്ചുകൊണ്ട് അടുത്ത വിശ്വാസത്തിന്റെ 3 തലങ്ങൾ വേഗത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്നു. വിശ്വാസത്തിന്റെ 3 തലങ്ങൾ, വിശ്വാസത്തിന്റെ 3 കാലഭേദങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. വിശ്വാസത്തിന്റെ 3 തലങ്ങൾ. 1, ഉപദേശപരമായ വിശ്വാസം. 2, സ്തോത്രം, പ്രായോഗികമായ വിശ്വാസം. 3, സൃഷ്ടിപരമായ വിശ്വാസം. ഈ 3 വിശ്വാസത്തെ ഒറ്റ വാക്കിൽ വേഗത്തിൽ പറഞ്ഞു വിടാം. എന്താണ് ഉപദേശപരമായ വിശ്വാസം? 2 യോഹന്നാൻ 9-ാം വാക്യം, യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിന് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. എന്താണ് ഉപദേശപരമായ വിശ്വാസം? യേശുക്രിസ്തു സ്വന്തം രക്ഷിതാവും കർത്താവും എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ യേശുക്രിസ്തുവിന്റെ വചനത്തിനകത്ത്, പ്രമാണത്തിനകത്ത് അവൻ ജീവിക്കുന്ന അനുഭവത്തെയാണ് ഉപദേശപരമായ വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവൻ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിന് അടിസ്ഥാനപരമായ അവൻ ജീവിതം നയിക്കുന്ന വിശ്വാസ ജീവിതമാണ് ഉപദേശപരമായ വിശ്വാസം. മനസ്സിലായ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 2ാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് പ്രായോഗികമായ വിശ്വാസം. എന്താ പ്രായോഗിക വിശ്വാസം? അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ മാത്രം ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട്, യേശുക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷിയായി യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതമാണ് സ്തോത്രം ക്രിസ്തു കേന്ദ്രീകൃതമായ അനുഭവം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫെയ്ത്ത്, പ്രായോഗികമായ വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മെ നോക്കുന്നവർ, ചുരുക്കം പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുവാനിടയാകണം. മനസ്സിലായ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എന്നെ നോക്കുന്നവർ, നിങ്ങളെ നോക്കുന്നവർ ആരെ കാണണം? യേശുവിനെ കാണണം. ആലോചിച്ച് നോക്കിക്കേ, ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് 10 വർഷം, 15 വർഷം, 20 വർഷം, 30 വർഷമായില്ലേ? ഇതുവരെയും ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളാണോ യേശു ക്രിസ്തു എന്ന്? അങ്ങനെ ആരും ഇതുവരെ നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒന്നുകൂടെ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതിനെയാണ് പ്രാക്ടിക്കൽ ഫെയ്ത്ത് എന്ന് പറയുക. അനുദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തുക. അതാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതം അഥവാ പ്രായോഗിക വിശ്വാസം. 3ാമത്തെ കാര്യം സൃഷ്ടിപരമായ വിശ്വാസമാണ്. എന്താ സൃഷ്ടിപരമായ വിശ്വാസം? ഈ വിശ്വാസമാണ് സ്തോത്രം അത്ഭുതങ്ങൾക്ക് കാരണമാകുക. 12 സംവത്സരം രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുക്രിസ്തുവിന്റെ തൊങ്ങലിലെങ്കിലും, വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പുരുഷാരത്തിന്റെ നടുവിലൂടെ കടന്നു